ബിഗ് ബോസ് മലയാളം സീസൺ 7 എനിക്കിവിടെ ആക്ച്വലി ഇവിടുത്തെ പ്ലേയേഴ്സിനെ ഒന്നും പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല നമ്മുടെ നോമിനേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മുടെ നൂറ നമ്മുടെ ആദിലയുടെയും അനുമോളുടെയും അടുത്ത് പറയുന്നതാണ് ഇത്. അപ്പോഴും നല്ല ഒന്നാം തരം മറുപടി തന്നെ നമ്മുടെ ആദില പറയുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരോടും നമ്മൾ അങ്ങനെ ഒത്തുപോകണമെന്നില്ല. അതാണ് പോയിന്റ്. അവസാനം ഇപ്പൊ 9 പേരൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഗെയിം നന്നായിട്ട് കളിക്കും. അതിൽ നന്നായി കളിക്കുന്നവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ അപ്പടി സ്ട്രോങ് പ്ലേയേഴ്സിനെയൊക്കെ ഇനി ഇവിടെ അയാൾ വേണ്ട എന്നൊക്കെ കരുതിയിട്ട് നോമിനേറ്റ് ചെയ്യാം. ഇങ്ങനെ മുൻപത്തെ സീസണിലൊക്കെ നോമിനേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ഉണ്ടല്ലോ നൂറേക്കാൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി നല്ലൊരു ഗെയിമർ എന്ന് പറയാൻ ആദിലേ പറ്റും കേട്ടോ. അവിടെ ആദില പറയുന്നുണ്ട് മോൾക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞൊന്ന് മാറി നിൽക്കി. നീ ഇവിടെ ഒന്നും അല്ലേ ജീവിക്കുന്നത്. ഇവള് ഓരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത്. ഇന്നലെ ഇവള് ഒരാളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞതാണ്, എന്നാൽ ഇന്ന് പറയുന്നത് നോമിനേറ്റ് ചെയ്താൽ റീസൺസ് ഒന്നും ഇല്ലാന്ന്. എല്ലാവരും നല്ല പ്ലെയേഴ്സ് ആണ്, അതെന്താ നൂറ എന്ന് നമ്മുടെ അനുമോള് ചോദിക്കുന്നുണ്ട്. ഇവിടെ നൂറ പറയുന്നുണ്ട് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മാത്രമേ താൻ പറയത്തുള്ളൂ. കാരണം ബിഗ് ബോസ് എന്തായാലും ഇത് പൊളിച്ചു കൊടുക്കും. കാരണം ബിഗ് ബോസ് ഓരോരുത്തരെ വിളിച്ചിട്ടാണ് ഇവിടെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നൂറയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് നല്ല കണക്റ്റഡ് ആയി കേട്ടോ. അതുകൊണ്ട് തന്നെ ആരുടെയും പേര് അങ്ങ് എടുത്തു പറയാനുള്ള ഒരു ധൈര്യം നമ്മുടെ നൂറയ്ക്കില്ല. പക്ഷെ നൂറ ഇതൊരു ഗെയിമാണ്, നമ്മുടെ ബിഗ് ബോസ് വീടാണ്. ഇവിടെ ഇങ്ങനെ നോക്കി നിന്ന് കാര്യമില്ല കേട്ടോ.